ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പുൾമി അപ്പ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 തരം സ്പഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. വനില സ്പഞ്ച് ഉപയോഗിക്കുന്നുണ്ട്, ചോക്ലേറ്റ് സ്പഞ്ച് ഉപയോഗിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ആദ്യമായിട്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വനില സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കേക്ക് ടിന്നൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഗ്രീസൊക്കെ പുരട്ടി ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് റെഡിയാക്കി വെക്കാം. വനില സ്പഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് 3 തവണയായിട്ട് നല്ല പോലെ അരിച്ച് മാറ്റി വെക്കുക. നിങ്ങൾ പുൾമി അപ്പ് കേക്കിന് ഒരു 3 ലെയർ മാത്രം ഉപയോഗിച്ചിട്ടാണ് കേക്ക് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് മൈദ ഉപയോഗിച്ചിട്ട് മാത്രം കേക്ക് ഉണ്ടാക്കിയാൽ മതി. സീവിത് വെച്ചിട്ടുള്ള ഫ്ലോർ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് എഗ് വൈറ്റും യോക്കും വേർതിരിച്ചെടുക്കുകയാണ്. 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുതായത് കാരണമാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ചേർത്തിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ മിക്കപ്പോഴും ഇത് വേർതിരിച്ചെടുത്തിട്ടാണ് ചെയ്യാറ്. കുറച്ചും കൂടെ സോഫ്റ്റ്നെസ് കൂടുതൽ കിട്ടും അതുപോലെ ചെയ്യുമ്പോൾ. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് നമ്മൾ പാത്രം ഇങ്ങനെ കമഴ്ത്തി പിടിച്ചാൽ ചാടാത്ത രൂപത്തിൽ അത്രയും തിക്ക് ഫോമിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കണം. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1 കപ്പ്. മുട്ടയുടെ വെള്ള പതഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ എഗ് വൈറ്റിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. നല്ല പോലെ പതഞ്ഞതിന് ശേഷം എഗ് യോക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടീസ്പൂൺ വനില എസൻസും ചേർത്ത് കൊടുക്കാം. എഗ് യോക്ക് ചേർത്തതിന് ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലും 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുള്ള ഫ്ലോറിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഫ്ലോറും കൂടെ ചേർത്ത് നല്ല പോലെ ഒരു ബാറ്ററാക്കി മാറ്റി വെക്കുക. ഇനി എഗ് മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലോറ് ചേർത്തെടുത്തിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത ഓയിലും പാലും ചേർത്തിട്ടുള്ള മിക്സും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഒരു സ്ലോ ഫോൾഡിങ് മതി. കൂടുതലായിട്ട് ഫോൾഡ് ചെയ്താൽ മുട്ടയുടെ വെള്ളയുടെ പതയെല്ലാം അടങ്ങിപ്പോവും. അങ്ങനെയാവുമ്പോൾ നമ്മുടെ കേക്ക് ശരിയാവില്ല, പൊങ്ങി കിട്ടൂല, സോഫ്റ്റ്നെസ്സും ഉണ്ടാവില്ല. അപ്പോൾ സ്ലോ ഫോൾഡിങ് ചെയ്തെടുത്താൽ മതി, ഓവർ ഫോൾഡിങ് ചെയ്യരുത്. ഇപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് എല്ലാം കളഞ്ഞതിന് ശേഷം നല്ലോണം ടാപ്പ് ചെയ്തിട്ട് 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ചിട്ട് ഞാനത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. 150 ഡിഗ്രിയിൽ തന്നെ 30 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 30 മിനിറ്റ് വേണ്ടി വന്നില്ല, 25 മിനിറ്റ് ആയപ്പോഴേക്കും കേക്ക് നല്ലോണം കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി ഇത് കേക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഇതേപോലെയുള്ളൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഈക്വലായിട്ട് 3 പീസ് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ എത്രമാത്രം ലെയർ സെറ്റ് ചെയ്യണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്ത നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ ഓൺ ചെയ്താലേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഒറിയോ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് കേക്കാണിത്. അതിനായിട്ട് 3 പാക്കറ്റ് ബിസ്ക്കറ്റ്, 3 പാക്കറ്റ് ഒറിയോ ബിസ്ക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്രീം സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ ക്രീം നമുക്ക് ചോക്ലേറ്റ് ഗണാഷ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. അത് മാറ്റി വെക്കാം. ക്രീമൊക്കെ മാറ്റിയെടുത്ത ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയിലിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്ത ബിസ്ക്കറ്റ് 2 കപ്പോളം അളവുണ്ടാവും. 2 കപ്പ് ബിസ്ക്കറ്റ് ക്രംസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഒരു കേക്ക് മിക്സ് ഉണ്ടാക്കിയെടുക്കുക. ഒറിയോ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. എയർ ബബിൾസൊക്കെ കളഞ്ഞ് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാനത് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 8 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചൊരു പാത്രത്തിലേക്ക് ഞാനത് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ തീയിൽ ഒരു 35 മിനിറ്റോളം ഞാനിത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. 35 മിനിറ്റിന് ശേഷം ഒറിയോ കേക്ക് റെഡി ആയിട്ടുണ്ട്. പുറത്തെടുത്തതിന് ശേഷം ഇതും നമുക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ കട്ട് ചെയ്തെടുത്ത അതേ പാത്രം വെച്ചിട്ട് 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ഇതും തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് ചോക്ലേറ്റ് ഗണാഷ ഉണ്ടാക്കിയെടുക്കാം.
അതിനായിട്ട് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്, നേരത്തെ ഒറിയോ ബിസ്ക്കറ്റിൻ്റെ മാറ്റി വെച്ച ക്രീം, 1 കപ്പ് വിപ്പിംഗ് ക്രീം. ഇതൊന്ന് 1.5 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചിട്ട് ഞാനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കഷ്ണം ബട്ടറും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഓവനില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതിൻ്റെയൊക്കെ വീഡിയോ കാണിച്ചാൽ ഒരുപാട് ലെങ്ത്തായി പോവും. അതുകൊണ്ടാണ് ഞാനതൊന്നും ഇതിൽ കാണിക്കാത്തത്. ഇതിലേക്കൊരല്പം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. നാലാമതായിട്ട് കാരമൽ സോസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാര ഞാനൊരു പാനിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഷുഗർ മെൽട്ടായി വരുമ്പോൾ ഇതിലേക്ക് 1 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽട്ടായി വരുമ്പോൾ 1 കപ്പ് ഫ്രഷ് ക്രീമും ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു കാരമലായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പാലും 1/2 കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്തിട്ടുള്ള മിക്സാണ് ഷുഗർ സിറപ്പിന് പകരം കേക്ക് വെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തിളപ്പിച്ചാറിയ പാലിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ വിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകിച്ച് സ്പാച്ചുല കൊണ്ട് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഒറിയോ സ്പഞ്ച് വെച്ചെടുക്കാം. സ്പഞ്ചുകൾക്കിടയിലായിട്ട് നിങ്ങൾക്ക് നട്ട്സോ ചോക്ലേറ്റ് ക്രംസോ എന്ത് വേണമെങ്കിലും ചേർത്തെടുക്കാം. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്തെടുക്കാവുന്നതാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇന്നതുപോലെ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധങ്ങളൊന്നുമില്ല. അത് വലിച്ചെടുക്കുമ്പോഴുള്ള ആ ഫ്ലോയിങ് കൺസിസ്റ്റൻസി അത് മാത്രമാണ് ഈ കേക്കിന് പ്രത്യേകമായിട്ട് നോക്കാനുള്ളത്. ഒരല്പം ബിസ്ക്കറ്റ് ക്രംസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിലായിട്ട് ലാസ്റ്റ് പീസും വെച്ചെടുത്തിട്ട് അതും വെറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെയുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മേടിക്കാൻ കിട്ടും. OHP ഷീറ്റ് എന്ന് പറയും. അതിതുപോലെ നമ്മുടെ കേക്കിൻ്റെ പാകത്തിനനുസരിച്ച് ഫോൾഡ് ചെയ്ത് സിലിണ്ടർ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുക്കും. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗണാഷെ ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കാരമൽ സോസ് ഒഴിച്ചെടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചെടുക്കണം. വീണ്ടും ബിസ്ക്കറ്റ് ക്രംസ് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സഡ് നട്ട്സാണ്. ഒരു ലെയർ കൂടെ ഞാൻ വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കായിട്ട് വീണ്ടും ചോക്ലേറ്റ് ഗണാഷെ ഒഴിച്ചെടുക്കാം. വീണ്ടും കാരമൽ സോസ് ഒഴിച്ചെടുക്കാം. ഏറ്റവും ടോപ്പിലായിട്ട് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഒരല്പം നട്ട്സ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ പുൾമിയപ്പ് കേക്ക് റെഡിയായി. ഫൈനൽ സ്റ്റേജ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നമ്മളുടെ ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ച് ഇഷ്ടമുള്ള ടോപ്പിങ്സും എന്ത് വേണമെങ്കിലും കൊടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ ഫ്രം ഈസി ഫുഡ്സ്. അസ്സലാമു അലൈക്കും.